പരിമളയാങ്കോ കണ്ടിട്ട് വന്നോളൂ. ഈ പടം ഇപ്പൊ ഏത് ജോണറാന്ന് പോലും നമുക്കറിയാം. ത്രില്ലർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ ഇല്ല, കോമഡി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ഇല്ല. പറയാതിരിക്കാൻ പറ്റില്ല. ജയറാമേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഫാമിലി ആയിട്ടുള്ള അവരൊരു കണക്ഷന് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നു. നമുക്ക് ആ അഭിനയത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പുള്ളി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ ഒന്നും ഇല്ലാതായിപ്പോയി. മിഷ്കിനൊക്കെ വന്നിട്ട് എന്തിനാണോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുത്ത് ഒരുമാതിരി അവിഞ്ഞ ഒരു ത്രില്ലർ എന്നൊക്കെ വേണം പറയാം. അവിഞ്ഞ ത്രില്ലർ കോമഡി ആണെങ്കിലും നമുക്ക് ഓക്കെ, 1-2 പ്രാവശ്യം സെയിം മോഡൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോമഡിക്ക് നമുക്ക് വർക്കൗട്ടോ. പിന്നെ ആ സെയിം കാര്യങ്ങള് മൊത്തത്തിലൊരു കൊള്ളത്തില്ലാത്ത പടം. അല്ലാതെ സിനിമയൊക്കെ കണ്ട് മറ്റേ ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇവരുടെ കോംബോ എക്സ്പെക്ട് ചെയ്യുന്നത് പോകുന്നവര് ഇവർക്കൊന്നും പടം ഒരിക്കലും വർക്കൗട്ട് ആകുന്നില്ല. ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോയി ജയറാമേട്ടന്റെ ഉർവശി ചേച്ചിയുടെ കോംബോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പടം കയറി കാണാം. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിമിനുള്ള സ്റ്റോറി ഉള്ളായിരുന്നു. അതിങ്ങനെ വലിച്ചു കിട്ടി. ആദ്യത്തെ 15 മിനിറ്റ് പടം തീരും. അത്രേ ഉള്ളൂ. ആവറേജ് താഴെ നിൽക്കുന്ന ഒരു മൂവി.